सम्पृक्तौ वागर्थ प्रतिपत्तये वागर्थाविव सम्पृक्तौ वागर्थ प्रतिपत्तये जगत पितरौ वन्दे पार्वती परमेश्वरौ वन्दे पार्वती परमेश्वरौ वन्दे पार्वती परमेश्वरौ. എല്ലാവർക്കും നമസ്കാരം. സംസ്കൃത സാഹിത്യത്തിലെ പഞ്ചമഹാകാവ്യങ്ങളിലെ രഘുവംശത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ എല്ലാവരുമായിട്ട് ഒന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. രഘുവംശ മഹാകാവ്യം രാമായണത്തെ അധികരിച്ചുകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു കാവ്യമാണ്. സംസ്കൃതത്തിൽ അനേകം കാവ്യങ്ങളുണ്ടെങ്കിലും മഹാകാവ്യങ്ങളുടെ ഗണനയിലാണ് രഘുവംശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംസ്കൃത ഭാഷ പ്രാചീനവും പ്രശസ്തവും ഭാഷാപൂർണവും നിറഞ്ഞതാണ്. ഒരു ഭാഷ എന്നതിലുപരി സംസ്കൃതം ഒരു ശാസ്ത്രമാണ്, സാഹിത്യമാണ്, ഒരു സംസ്കാരവുമാണ്. ഒട്ടനവധി ഭാഷകൾക്കും സാഹിത്യശാഖകൾക്കും വളരാനുള്ള വെള്ളവും വളവും നൽകിയതും സംസ്കൃതം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു മാധ്യമം എന്ന് തുടങ്ങി എന്നത് ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. എന്നാൽ ആരിലൂടെയൊക്കെ വളർന്നു എന്നത് നോക്കുമ്പോൾ നമുക്ക് ആദ്യം പറയാവുന്ന പേര് കാളിദാസൻ്റേത് തന്നെയാണ്. വേദങ്ങൾ, പുരാണങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ എന്നിങ്ങനെ അനവധി ഗ്രന്ഥങ്ങൾ പ്രാചീന കാലം മുതൽക്ക് തന്നെ വളർന്നു വന്നിട്ടുണ്ടെങ്കിലും അവയ്ക്കൊന്നും സഹൃദയ ഹൃദയങ്ങളെ ആഹ്ലാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവയെല്ലാം തന്നെ വിരസമായ ജ്ഞാന അവഗതി നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. സംസ്കൃത സാഹിത്യ നഭസിലെ തിളങ്ങി നിൽക്കുന്ന താരകങ്ങൾ ആരൊക്കെ എന്നന്വേഷിക്കുമ്പോൾ ആദ്യം ഓർക്കുന്ന പേര് കാളിദാസൻ്റേത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ മോതിരവിരലിന് അനാമിക എന്ന പേര് വന്നത്. പുരാ കവീനാം ഗണനാ പ്രസംഗേ കനിഷ്ഠികാധിഷ്ഠിത കാളിദാസ അധ്യാപിതത്തുല്യ കവേരഭാവാത് അനാമിക സാർത്ഥവതീ ബഭൂവ എന്ന പ്രയോഗവും അങ്ങനെ ഉണ്ടായതാണ്. ദൃശ്യ ശ്രാവ്യ സാഹിത്യരംഗത്ത് കാളിദാസനോളം വളരാൻ ഇന്നും ആർക്കും സാധിച്ചിട്ടില്ല. കാളിദാസന് തുല്യം കാളിദാസൻ മാത്രം എന്ന മലയാളത്തിലെ ഒരു വാക്യവും അങ്ങനെ ഉണ്ടായതാണ്. തൻ്റെ കൃതികളിൽ എവിടെയും ജീവിച്ച കാലത്തെക്കുറിച്ച് കവി സൂചിപ്പിക്കുന്നില്ല. ആകെ കണ്ടെത്തുന്നത് വിക്രമോർവശീയം എന്ന കൃതിയിലെ പുരൂരവസിൻ്റെ പേരിനു പകരം വിക്രമ പദം പ്രയോഗിച്ചതു മാത്രമാണ്. പിന്നീട് കാളിദാസന് ശേഷം വന്ന പല കവികളും കാളിദാസന്റെ കാലത്തെക്കുറിച്ച് പറയുന്നത് ധന്വന്തരി ക്ഷപണ കാമര സിംഹശങ്കുർ വേതാള ഭട്ടഘട കർപ്പര കാളിദാസ ഖ്യാതോ വരാഹ മിഹിര നൃപതേർ സഭായാം രത്നാനി വൈ വരരുചിർ വിക്രമസ്യ എന്നുള്ള പ്രയോഗത്തിൽ കാളിദാസൻ നവരത്നങ്ങളിൽ ഒരാളാണെന്നും തൻ്റെ സമകാലികരായിട്ടുള്ള
കവികളെക്കുറിച്ചുള്ള ചെറിയ സൂചനയാണ് പിന്നീടുള്ള കാവ്യങ്ങളിൽ വന്നിട്ടുള്ളതിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ കാളിദാസന്റെ കാലം വിക്രമാബ്ദത്തിൽ എവിടെയോ ആയിരിക്കണം, അല്ലെങ്കിൽ വിക്രമാദിത്യ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലായിരിക്കാം. ഏകദേശം AD 4-5 നൂറ്റാണ്ടുകളിൽ എവിടെയോ കവി ജീവിച്ചു എന്നാണ് ചരിത്രകാരന്മാരും പറയുന്നത്. കാളിദാസന്റെ കൃതികളായി അംഗീകരിക്കപ്പെട്ടവ പ്രധാനമായും മേഘസന്ദേശം, കുമാരസംഭവം, രഘുവംശം എന്നീ കാവ്യങ്ങളും മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം, അഭിജ്ഞാനശാകുന്തളം എന്നീ നാടകങ്ങളുമാണ്. ഇതുകൂടാതെ മിക്ക പണ്ഡിതന്മാരും അംഗീകരിക്കുന്നത് ഋതുസംഹാരം എന്ന ഒരു കാവ്യത്തെ കൂടി, ഒരു ഖണ്ഡകാവ്യത്തെ കൂടി അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ കാളിദാസന്റെ പേരിൽ ആരോപിക്കുന്ന മറ്റ് അനവധി കൃതികളും ഇന്ന് പ്രചാരത്തിലുണ്ട്. രഘുവംശത്തിന് ധാരാളം വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് മലീനാഥ വ്യാഖ്യാനമാണ്. അതുകൂടാതെ പ്രാദേശികങ്ങളായ അനവധി വ്യാഖ്യാനങ്ങളും ലഭ്യമാണ്. ഇതിനൊക്കെ പുറമെയാണ് ഭാഷാ വിവർത്തനങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. ഭാരതീയ കാവ്യശാസ്ത്രകാരന്മാർ പറയുന്ന കാവ്യരചനാ ശൈലി, കാവ്യമാർഗം, കാവ്യപാകം എന്നിങ്ങനെയുള്ള വിഷയത്തെ കുറിച്ച് നോക്കുമ്പോൾ കാളിദാസ കൃതി വൈദർഭി രീതിയിൽ എഴുതിയിട്ടുള്ളതും അതുപോലെ മാർഗമായിട്ട് സുകുമാര മാർഗത്തെയുമാണ് പറയുന്നത്. കാളിദാസന്റെ രചനാപാകം എന്ന് പറയുന്നത് ദ്രാക്ഷാപാകമാണ്. ദ്രാക്ഷ എന്ന് പറഞ്ഞാൽ മുന്തിരിയാണ്. വളരെ എളുപ്പത്തിൽ വായിച്ചാൽ ഉടൻ മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു കാവ്യശൈലിയാണ് കാളിദാസൻ്റേത്. വളരെ സുന്ദര മനോഹരമായ ലളിത പദവിന്യാസത്തിലൂടെ കവി തൻ്റെ രചന നടത്തുന്നതായിട്ട് നമുക്ക് കാണാം. രഘുവംശത്തിൻ്റെ ആരംഭം എവിടെ നിന്ന് എന്നുള്ളത് പറയുന്നതിന് മുമ്പ് തന്നെ രഘുവംശം എന്നുള്ളതോടൊപ്പം തന്നെ പറയുന്ന മറ്റു 2 പേരുകൾ കൂടിയുണ്ട്: സൂര്യവംശം, ഇക്ഷ്വാകുവംശം എന്നിങ്ങനെ. ഒരു രാജവംശ പരമ്പരയുടെ ആ വംശാവലിയുടെ ചരിത്രമാണ് രഘുവംശത്തിലൂടെ കാളിദാസൻ നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിഹാസ കാവ്യമായ രാമായണത്തിൽ നിന്നും ഇതിവൃത്തം സ്വീകരിച്ചിട്ടാണ് രഘുവംശം തയ്യാറാക്കിയിട്ടുള്ളത്. രാമായണത്തിൽ വാത്മീകി ദശരഥനിൽ തുടങ്ങി ലവകുശന്മാരിൽ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് രാമായണ കഥ അവസാനിക്കുന്നത്. എന്നാൽ രഘുവംശമാകട്ടെ 19 സർഗങ്ങളിലായി 1550-ലധികം ശ്ലോകങ്ങളടങ്ങുന്ന ഒരു കൃതിയായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. രഘുവംശത്തിൽ ദിലീപ മഹാരാജാവിൽ തുടങ്ങി അഗ്നിവർണന്റെ പത്നിയിൽ ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന രീതിയിൽ ആ വംശപരമ്പര തുടങ്ങുന്നതായി തുടർച്ച കാണിക്കുകയാണ് കവി ചെയ്യുന്നത്. രഘുവംശത്തിൻ്റെ ആദ്യത്തെ 7 സർഗങ്ങൾ ദിലീപനെയും പുത്രനായ രഘുവിനെയും വർണ്ണിക്കാനാണ് കവി ഉപയോഗിച്ചിട്ടുള്ളത്. 8 മുതൽ 15 വരെയുള്ള സർഗങ്ങൾ രഘുപുത്രനായ അജൻ, ദശരഥൻ, രാമൻ എന്നിവരുടെ കഥ വർണ്ണനയാണ് കാണുന്നത്. അതിനുശേഷം 16 മുതൽ 19 വരെയുള്ള സർഗങ്ങളിൽ ലവകുശന്മാരുടെയും തുടർന്നു വരുന്ന രാജാക്കന്മാരുടെയും കഥയും അവസാനം അഗ്നിവർണ്ണൻ വരെയുള്ള രാജാക്കന്മാരുടെ ചരിത്രത്തെ വിസ്തരിച്ചും പലയിടങ്ങളിലും ചുരുക്കിയും കവി വർണ്ണിച്ചു പോകുന്നു. ഇവിടെ നമുക്ക് കാണേണ്ട ഒരു പ്രത്യേകത, മഹാഭാരത കഥയിൽ 2 കുടുംബങ്ങൾ തമ്മിലുള്ള കലഹത്തിൻ്റെയും അധികാരമോഹത്തിൻ്റെയും പരസ്പരം യുദ്ധം ചെയ്ത് ഇല്ലാതാകുന്ന ഒരു കഥയാണ് പറയുന്നത്. സ്വന്തം പിതാമഹന്മാരെ പോലും ആയുധങ്ങൾ കൊണ്ട് കീഴടക്കുവാൻ രാജാക്കന്മാരവിടെ ശ്രമിക്കുന്നു. രാമായണത്തിലാകട്ടെ സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കഥയാണ് പറയുന്നത്. ഗുരുക്കന്മാരെ പിതൃതുല്യരാ കാണുകയും പുത്രന്മാർ വിദ്യ അഭ്യസിച്ച് പ്രാപ്തരായാൽ
രാജ്യം അവർക്ക് നൽകി വാനപ്രസ്ഥത്തിലേക്ക്, വനവാസത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് രാമായണത്തിലുടനീളം, രഘുവംശത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും. ഇക്ഷ്വാകുവംശ രാജാക്കന്മാരുടെ കഥ, അതായത് സൂര്യവംശ രാജാക്കന്മാരുടെ കഥ, പുരാണ വിവരണങ്ങൾക്കനുസരിച്ച് മഹാവിഷ്ണുവിൽ നിന്നാണ് തുടങ്ങുന്നത്. മഹാവിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാവ്, ബ്രഹ്മാവിൽ നിന്നും കശ്യപൻ, കശ്യപന്റെ പുത്രനായി വൈവസ്വത മനു എന്നും പറയുന്നു. ഈ വൈവസ്വത മനു 14 മനുക്കളിൽ ഒരാളാണ് എന്നും, ഈ വൈവസ്വത മനുവിനെ തന്നെ 12 സൂര്യന്മാരിൽ ഒരാളായി സൂര്യവംശം സംജാതമായി എന്നും പറയുന്നുണ്ട്. വൈവസ്വത മനുവിൻ്റെ പുത്രനായിട്ടാണ് ഇക്ഷ്വാകുവിനെ വർണ്ണിച്ചിട്ടുള്ളത്. അങ്ങനെ ഇക്ഷ്വാകുവംശം ആരംഭം എന്നും പറയുന്നു. ഇക്ഷ്വാകുവിൻ്റെ പുത്രനായി കൗത്സൻ, കൗത്സന്റെ പുത്രനായി അനേനസ്, അനേനസിന്റെ പുത്രനായി പൃഥുലാശ്വിൻ എന്നിങ്ങനെ 40ഓളം രാജാക്കന്മാരുടെ ചരിത്രം പുരാണങ്ങളിൽ പറയുന്നുണ്ട്. രഘുവംശത്തിലും രാമായണത്തിലും ഈ കഥ കാണുന്നുമില്ല. 40ാമത്തെ രാജാവായിട്ട് പറയുന്നത് ഖഡ്ഗ്വാങ്കന്റെ പുത്രനായി ദീർഘബാഹു അഥവാ ദിലീപൻ ജനിച്ചു എന്നാണ്. പുരാണങ്ങളിലാകട്ടെ അഗ്നിവർണ്ണന് ശേഷം 8 രാജാക്കന്മാരും കൂടി ഉണ്ടായിരുന്നു എന്നും രഘുവംശം 26 സർഗങ്ങളോട് കൂടിയതാണെന്നും പറയുന്നു. പക്ഷേ ആ സർഗങ്ങളൊന്നും തന്നെ ഇന്നും നമുക്ക് കണ്ടുകിട്ടാൻ സാധിച്ചിട്ടില്ല. രഘുവംശത്തിൻ്റെ ആരംഭത്തിൽ തൻ്റെ ഇഷ്ടദേവതാ സ്തുതി നടത്തിക്കൊണ്ടാണ് കാവ്യം തുടങ്ങുന്നത്. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ എന്ന്, എങ്ങനെയാണോ വാക്കും അർത്ഥവും ഇഴപിരിയാതെ ചേർന്നിരിക്കുന്നത്, അത്തരത്തിൽ ജഗത്തിൻ്റെ മാതാപിതാക്കളായ പാർവതീ പരമേശ്വരന്മാർ എൻ്റെ ഈ കാവ്യത്തിന്, രഘുവംശ കാവ്യത്തിൻ്റെ വാഗർത്ഥ പ്രതിപത്തിക്ക് വേണ്ടി അനുഗ്രഹിക്കണേ, അല്ലെങ്കിൽ ആ ഒരു വന്ദനമാണ് അവിടെ ആദ്യം നടത്തുന്നത്. 2ാമത്തെ ശ്ലോകത്തിൽ താൻ എത്രയോ ചെറുതും രഘുവംശം എത്രയോ വലുതും ആണ് എന്ന് കവി സൂചിപ്പിക്കുന്നു. അവിടെ കവിയുടെ എളിമയാണ് കാണിക്കുന്നത്. ശ്ലോകം ഇങ്ങനെയാണ്: ക്വ സൂര്യപ്രഭവോ വംശ ക്വച അല്പവിഷയാമതി തിദീർഷോർദുസ്തരം മോഹാതുടുപേനാസ്മി സാഗരം. ഒരു വലിയ സാഗരത്തിൽ താൻ സഞ്ചരിക്കുകയാണ്, അതും വളരെ ചങ്ങാടം പോലുള്ളൊരു വാഹനത്തിൽ സഞ്ചരിക്കുകയാണ്. എവിടെ കിടക്കുന്നു സൂര്യവംശം? എവിടെ കിടക്കുന്നു ഈ ഞാൻ, അല്പമതിയായ ഞാൻ? ഈ ഒരു മോഹം കൊണ്ട് താൻ ഈ സമുദ്രത്തെ തരണം ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ എളിമ അവിടെ കവി വർണ്ണിക്കുന്നു. ആരംഭത്തിൽ മുതൽ അവസാനം വരെ കാണുന്ന മറ്റൊരു പ്രത്യേകത ഉപമാലങ്കാരത്തിൽ കവിയുടെ താല്പര്യത്തെയാണ്. ഓരോ ശ്ലോകത്തിലും നമുക്ക് ആ ഉപമാലങ്കാര വൈദഗ്ധ്യം കാണിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത ശ്ലോകങ്ങളിലായിട്ട് കവി പറയുന്നത് തൻ്റെ പൂർവസൂരികളുടെ വാക്കുകളാകുന്ന മാർഗത്തിലൂടെയാണ് താൻ സഞ്ചരിക്കുന്നത് എന്ന്. എന്നാൽ പൂർവസൂരികളുടെ പേരുകളൊന്നും തന്നെ അവിടെ കവി പറയുന്നില്ല. എന്നാൽ പൂർവസൂരികളായ മനു, യാജ്ഞവൽക്യൻ, പതഞ്ജലി, പാണിനി മുതലായ പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാരുടെ വാക്കുകളെ, അല്ലെങ്കിൽ അവരുടെ വാക്കുകളിലുള്ള സാരാംശത്തെ തൻ്റെ കൃതിയിൽ കവി പറഞ്ഞുകൊണ്ട് പോകുന്നതുണ്ട്. ആ സത്തയെ കവി സ്വീകരിക്കുന്നുണ്ട്. പൂർവസൂരികളുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അനേകം ശ്ലോകങ്ങൾ നമുക്ക് രഘുവംശത്തിൽ കാണാൻ സാധിക്കും. 1-ാം സർഗത്തിലെ 6ാമത്തെ ശ്ലോകത്തിൽ തന്നെ യഥാ വിധിഹുതാഗ്നീനാം യഥാ കാമാർച്ചിതാർത്ഥിനാം യഥാ അപരാധദണ്ഡാനാം യഥാ കാല പ്രബോധിനാം എന്നുള്ള ആ ശ്ലോകത്തിൽ
മനുസ്മൃതിയുടെയും യാജ്ഞവൽക്യ സ്മൃതിയുടെയും ആശയങ്ങളെ ഉൾക്കൊണ്ടാണ് കവി തൻ്റെ കാവ്യത്തിൽ ഈ രംഗം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മനുസ്മൃതികാരൻ പറയുന്ന ഒരു വാക്യം ഇവിടേക്ക് യോജിപ്പിക്കുന്നതും കാണാവുന്നതാണ്. സാരാപരാധൗ വിജ്ഞായ ദണ്ഡം ദണ്ഡ്യേഷു സാധയേത് എന്ന എങ്ങനെയാണ് ശിക്ഷ നടപ്പാക്കേണ്ടത് ഒരു രാജാവ് എന്നുള്ളത് മനു അവിടെ പറയുന്നതാണ് കാളിദാസൻ തൻ്റെ കാവ്യത്തിലേക്ക് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു രാജാവ് എപ്പോ എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും യാജ്ഞവൽക്യ സ്മൃതിയിൽ നിന്നും കാളിദാസൻ സ്വീകരിക്കുന്നതായിട്ട് കാണാം. ബ്രാഹ്മേ മുഹൂർത്തേ ഉത്ഥായ ചിന്തയേതാത്മനോഹിതം എന്ന് പറയുമ്പോൾ ഒരു രാജാവിൻ്റെ ഒരു ദിവസത്തിൻ്റെ ചര്യ എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് അവിടെ കവി എടുത്തിട്ടുള്ളത്. 8ാം ശ്ലോകത്തിൽ കവി പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ, ഒരു രാജാവായാലും ഒരു വ്യക്തി മറ്റൊരു തരത്തിലുള്ള ഒരു മനുഷ്യൻ ഏതൊക്കെ തരത്തിൽ ജീവിച്ചു പോകണം എന്നുള്ളതിനെ കുറിച്ച് കവി പറയുന്നത് നോക്കൂ. ശൈശവേ അഭ്യസ്തവിദ്യാനാം യൗവനെ വിഷയൈഷിണാം വാർദ്ധക്യേ മുനിവൃത്തീനാം യോഗേനന്തേ തനുത്യജാം എന്ന് പറയുന്നു. അതേ ആശയം തന്നെയാണ് യോഗസൂത്രകാരനായിട്ടുള്ള പതഞ്ജലിയും പറഞ്ഞിട്ടുള്ളത്. യോഗശ്ചിത്തവൃത്തി നിരോധ ജീവാത്മ പരമാത്മ യോഗം എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളും സിദ്ധേ യോഗേ ത്യജേത് ദേഹം അമൃതത്വായ കൽപ്പതേ എന്നിങ്ങനെയുള്ള വാക്കുകളൊക്കെ തന്നെ കവിയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ടാണ് കവി ഈ ശ്ലോകഭാഗങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാജാവിൻ്റെ യോഗ്യതയെക്കുറിച്ചും കവി പറയുന്നതൊന്ന് നോക്കാം നമുക്ക്. ഭീമകാന്തേർ നൃപഗുണൈ സ ബഹു ഉപജീവിനാം അധൃഷ്യശ്ച അഭിഗമ്യശ്ച യാദോരത്നൈരിവർണവ. രാജാവ് എപ്പോഴും അധൃഷ്യനും അഭിഗമ്യനുമാകണം, രത്നം പോലെ ആയിരിക്കണം, അർണവത്തിൽ രത്നം പോലെ ആയിരിക്കണം. അതുപോലെ തന്നെ കാന്തി, തൻ്റെ പ്രഭാവം കാണിക്കണം, നൃപഗുണങ്ങളുള്ളവനായിരിക്കണം രാജാവ് എന്ന് കാളിദാസൻ പറയുന്നു. ഈ ആശയം തന്നെയാണ് മുൻപ് മനുസ്മൃതികാരനും പറഞ്ഞിട്ടുള്ളത്. തീക്ഷ്ണശ്ചൈവ മൃദുശ്ചൈവ രാജാ ഭവതി സമ്മത. വേണ്ടിടത്ത് തീക്ഷ്ണമായ പ്രയോഗങ്ങളിലൂടെയും വേണ്ടിടത്ത് മൃദുവായ തലോടലിലൂടെയും രാജാവ് രാജ്യസമ്മതനായിരിക്കണം, പ്രജകൾക്ക് സമ്മതനായിരിക്കണം രാജാവ് എന്നുള്ളതാണ് മനുസ്മൃതികാരൻ പറഞ്ഞു വെച്ചിട്ടുള്ള വാക്യം. അനന്തമായ, വിവരിച്ചാൽ തീരാത്തത്ര ബൃഹത്താണ് രഘുവംശ മഹാകാവ്യം. ആ മഹാകാവ്യത്തിൻ്റെ ആദ്യ ഭാഗം 1ാം സർഗത്തിലെ കുറച്ചു ഭാഗങ്ങളും കാളിദാസനെക്കുറിച്ചും സംസ്കൃത ഭാഷയെക്കുറിച്ചുമാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. ബാക്കി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിവരിക്കാം. Risa 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 risa